ഈ രണ്ട് മൂന്ന് കാര്യം സമാധാനം പുലർന്നു നല്ലത്. പക്ഷേ മധ്യസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ രാഷ്ട്രീയ വ്യക്തത ആവശ്യമാണ്. കാരണം ഇന്ത്യ തുടരുന്ന ഷിംല കരാർ അടക്കമുള്ളവയുടെ ലംഘനം അവിടെ നടന്നിട്ടുണ്ടോ എന്നതൊക്കെയുള്ള പരിശോധനകൾ നടക്കുകയാണ്. പിന്നീട് മറ്റൊന്ന് തുടർ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് നമ്മുടെ ഒരു BSF ജവാൻ കൂടി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന BSF ജവാൻ കൂടി ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ BSF ജവാനെ, അതായത് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന BSF ജവാനെ വിട്ടയച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പാകിസ്ഥാന്റെ പിടിയിലായിരുന്നു അദ്ദേഹം. ജവാൻ സാഹുവിനെയാണ് ഇപ്പോൾ മോചിപ്പിച്ചത്. അത് സംബന്ധിച്ച വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള DGMO തല ചർച്ചയിലൊക്കെയും ഇത് സംബന്ധിച്ചൊരു തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് BSF ജവാന്റെ മോചനം സംബന്ധിച്ച ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നത്. BSF ജവാനെ പാകിസ്ഥാൻ വിട്ടയച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏപ്രിൽ 23-നാണ് ജവാനെ പിടികൂടിയത്. അതിനുശേഷം ഏകദേശം 20 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മോചനം സാധ്യമാകുന്നത്. നിരവധി തലത്തിലുള്ള ചർച്ചകൾ ഈ സൈനിക തലത്തിലടക്കം ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെയൊക്കെയും പശ്ചാത്തലത്തിൽ തന്നെ ഇത് സംബന്ധിച്ച ചർച്ചകളും പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അതിന്റെയൊക്കെയും ഒടുവിലാണ് ഇപ്പോൾ 20 ദിവസത്തിന് ശേഷം സാഹുവിനെ പാകിസ്ഥാൻ മോചിപ്പിച്ചിട്ടുള്ളത്. അത് അബദ്ധത്തിൽ അതിർത്തി കടന്ന വേളയിലാണ് BSF ജവാനെ പാകിസ്ഥാൻ പിടിച്ചിരുന്നത്. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ BSF ജവാനെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ നയതന്ത്രപരമായ ഒരു വിജയം കൂടിയാണ്. അത് അംഗീകരിച്ചേ മതിയാവും അല്ലേ സ്വാതി? തീർച്ചയായും അബദ്ധത്തിൽ അദ്ദേഹം ഈ ഡ്യൂട്ടി സമയത്ത് തന്നെ അതിർത്തി കടന്നു എന്നുള്ളതാണ് അന്ന് തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിരവധിയായിട്ടുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നിരുന്നു. സൈനിക തലത്തിൽ തന്നെ ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോൾ വെടിനിർത്തൽ കരാറ് വന്നതിന് പിന്നാലെ തന്നെ നിരവധിയായിട്ടുള്ള വ്യവസ്ഥകൾ ഇത് സംബന്ധിച്ച് DGMO തലത്തിൽ തന്നെ നിരവധി വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെയും പശ്ചാത്തലത്തിൽ ഈ ജവാനെ വിട്ടയക്കുന്നത് സംബന്ധിച്ച തുടർ ചർച്ചകളുടെ ഭാഗമായാണ് ഇപ്പോൾ പാകിസ്ഥാൻ അത്തരത്തിലൊരു തീരുമാനം അറിയിക്കുകയും അദ്ദേഹത്തെ വിട്ടയച്ചു എന്നുള്ള വാർത്തകൾ ലഭിക്കുന്നത്. ജവാൻ PK സാഹുവിനെ 20 ദിവസത്തിനു ശേഷം ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുകയാണ്. അത് ഈ ഒരു ഘട്ടത്തിൽ നിർണായകം തന്നെയാണ്. തീർച്ചയായും BSF ജവാനെ മോചിപ്പിക്കുന്നു. മറ്റൊന്ന് ഒരു BSF ജവാന് കൂടി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു BSF ജവാൻ കൂടി വീരമൃത്യു വരിക്കുന്നുണ്ട്. എന്തായാലും സമഗ്ര വിവരങ്ങളാണ് സ്വാതി സന്തോഷ് നൽകിയത്.